സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. വടക്കൻ കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. ഇന്ന് 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകി. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും സമീപ മധ്യ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷും കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജനും കോഴിക്കോട് നിന്ന് ഷഹദ് റഹ്മാനുമാണ് ചേരുന്നത്. ആദ്യം MG പ്രതീഷിലേക്കാണ്. പ്രതീഷ്, ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി ശക്തമായ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പ്, അതുപോലെ തന്നെ ഇന്നലെയൊക്കെ തുടർച്ചയായ മഴ പെയ്യുന്നത് നമ്മൾ കണ്ടു. നഗരം വെള്ളത്തിലാകുന്നത് കണ്ടു. പല പ്രദേശങ്ങളിലും ഇതുപോലെ തന്നെ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇന്ന് എങ്ങനെയായിരിക്കും ഈ മഴയുടെ മുന്നറിയിപ്പുള്ളത്? അതിശക്തമായ മഴയ്ക്കുള്ളൊരു സാധ്യത എവിടെയെല്ലാം ഉണ്ട്, പറയൂ. സ്മിത, സംസ്ഥാനത്ത് 2 ദിവസം കൂടി അതിശക്തമായ മഴ തുടരും എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും വടക്കൻ കേരളത്തിലായിരിക്കും ഇന്ന് മഴ കൂടുതൽ ശക്തമാകുന്നത്. തീവ്രമായ മഴ വടക്കൻ കേരളത്തിൽ ഇന്ന് ഉണ്ടാകും. 4 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീവ്രമായ മഴയായിരിക്കും ഈ ജില്ലകളിൽ ഈ വരും മണിക്കൂറുകളിലും ഉണ്ടാകുന്നത്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമായിരിക്കും 2 ദിവസം കൂടി മഴ കനക്കുക എന്നതാണ് കാലാവസ്ഥാ വകുപ്പ് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ഒപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റടിച്ചേക്കാം എന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ മലയോര മേഖലകളിലുള്ളവരും തീരദേശ മേഖലയിലുള്ളവരും ജാഗ്രത പാലിക്കണം. ഒപ്പം ഈ മധ്യ കേരളത്തിലും ശക്തമായ മഴയുണ്ടായിരിക്കും. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ കൂടി വടക്കൻ കേരളത്തിൽ കനത്ത മഴയുണ്ടാകും. നാളെ കഴിഞ്ഞാൽ മറ്റ് മഴ മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടില്ല. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം വരും മണിക്കൂറുകളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഇതിന്റെ സ്വാധീനത്തിന്റെ ഭാഗമായാണ് കേരളത്തിലും മഴ ശക്തമാകുന്നത്. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 2 ദിവസമായി പെയ്ത മഴ തിരുവനന്തപുരത്ത് വലിയ ദുരിതമാണ് വിതച്ചത്. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളത്തിനടിയിലായിരുന്നു. പക്ഷേ ആശ്വാസകരമായ കാര്യം, ഇന്നലെ രാത്രി മുതൽ തിരുവനന്തപുരത്ത് മഴയില്ല എന്നതാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ കയറിയ വെള്ളമൊക്കെ തന്നെ പതിയെ ഇറങ്ങി തുടങ്ങുന്നുണ്ട്. സർക്കാരും ഈ ജില്ലാ ഭരണകൂടവും അടക്കം അടിയന്തര നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും 2 ദിവസം കൂടി സംസ്ഥാനത്ത് മഴ തുടരും. അതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. സ്മിത, നിതിൻ അംബുജനും ഷഹദ് റഹ്മാനും ചേരുന്നുണ്ട്. ഷഹദിലേക്കാണ് ഇനി. ഷഹദ്, ഈ വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടല്ലോ. ഓറഞ്ച് അലർട്ട് ഉൾപ്പെടെ വടക്കൻ ജില്ലകളിലാണ് നിലവിൽ. നിതിൻ അംബുജനിലേക്കാണ്. നിതിൻ, ഈ ഷഹദ്, ഈ വടക്കൻ കേരളത്തിൽ നിലവിൽ മഴയുണ്ടോ ഷഹദ്, ഈ കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ? നിലവിലെ സാഹചര്യത്തിൽ കോഴിക്കോടോ അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലോ കാര്യമായിട്ടുള്ള മഴയില്ല. അതായത് രാവിലെ നേരിയ മഴയുണ്ടായിരുന്നു എന്ന് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇന്നലെയും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. കാര്യമായിട്ട് മഴ ഉണ്ടായിരുന്നില്ല. ചെറിയ രീതിയിലുള്ള മഴ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ മണിക്കൂറുകളിൽ മഴ ശക്തമാകും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഷഹദ് റഹ്മാനാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വടക്കൻ ജില്ലകളിലേക്കും മഴ ശക്തമാകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തെക്കൻ ജില്ലകളിൽ തുടങ്ങി മധ്യ കേരളത്തിലും ചില വടക്കൻ പ്രദേശങ്ങളിലും എല്ലാം മഴ പെയ്തിരുന്നു. ശക്തമായ മഴയാണ്. മധ്യ കേരളത്തിലെ മഴാ വിവരങ്ങളുമായി നിതിൻ അംബുജൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിതിൻ, ഗുഡ് മോർണിംഗ്. ഇതിന് ഇന്നലെയെല്ലാം ശക്തമായ മഴയുണ്ടായിരുന്നു എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും. മധ്യ കേരളത്തിൽ എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. കോട്ടയത്തൊക്കെ അതിശക്തമായ മഴയുണ്ടായിരുന്നു. ഇന്ന് ഈ പ്രഭാതത്തിലെ വിവരങ്ങൾ എന്താണ്? ഇന്നലെ മുതൽ തന്നെ അതിശക്തമായ മഴയാണ് മധ്യ കേരളത്തിലെ പലയിടത്തും ഉണ്ടായത്. നേരത്തെ സ്മിത സൂചിപ്പിച്ച പോലെ തന്നെ കോട്ടയത്ത് അതിശക്തമായ മഴ ലഭിച്ചിരുന്നു. എറണാകുളം ജില്ലയിലെ പല മേഖലകളിലും സമാനമായ തന്നെ അതിശക്തമായ മഴ ലഭിച്ചിരുന്നു. ഇന്നലെ എറണാകുളം നഗരത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരങ്ങളൊക്കെ അവർക്ക് രാത്രിയിൽ ഇത്തരത്തിൽ ഇടപെട്ടുള്ള മഴയുള്ള സാഹചര്യമാണ് ഉണ്ടായത്. നഗരത്തിൽ തന്നെ അതിശക്തമായ മഴ ഇന്നലെ എറണാകുളത്ത് ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ ഉൾപ്രദേശങ്ങളിലും സമാനമായ തന്നെ അതിശക്തമായ മഴയാണ് പലയിടങ്ങളിലും ലഭിച്ചത്. ഇന്നിപ്പോൾ അല്പം മഴ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി മുതൽ തന്നെ അതിശക്തമായ മഴ ഉണ്ടായതിന്റെ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നമുക്കെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ മറ്റ്
നാശനഷ്ടമൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നും അതിശക്തമായ കാറ്റോടുകൂടി മഴ ഉണ്ടാകുമെന്ന ഒരു റിപ്പോർട്ടാണ്, കാലാവസ്ഥാ ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ടാണ് എന്തായാലും ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളൊരു വിവരമാണ് ഈ ഘട്ടത്തിൽ എന്തായാലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് നൽകിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ എറണാകുളം ജില്ലയിൽ യെല്ലോ അലർട്ടാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് എറണാകുളത്ത് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലും സമാനമായി തന്നെ അതിശക്തമായ മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. എന്തായാലും ഒരു നാശനഷ്ടവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ ഇന്നലെ മുതൽ തന്നെ അതിശക്തമായ മഴ നഗരത്തിലും നഗരത്തിന്റെ ഉൾപ്രദേശങ്ങളിലും ലഭിക്കുന്നുണ്ട്. സ്മിത. നിതിൻ അംബുജനാണ് കൊച്ചിയിൽ നിന്ന് മഴ സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.